നമസ്കാരം. മൂന്നാം കണ്ണി ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ BJPക്കുണ്ടാവുക കോഴിമുട്ടയുടെ ആകൃതിയായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവും തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ പരിഹസിച്ചു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിൽ എന്തു തന്നെ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. K മുരളീധരൻ തുറന്നടിച്ചു. അക്കാര്യം 100% ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം കണ്ട് മുരളീധരൻ ബോധം കെട്ട് കാണും. മുരളീധരനെ ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അദ്ദേഹം പോലും ജയം പ്രതീക്ഷിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് മുരളീധരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും K മുരളീധരൻ വ്യക്തമാക്കി. തൃശൂരിൽ UDF ജയം 100% ഉറപ്പാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ LDF 2ാം സ്ഥാനത്തും BJP 3ാം സ്ഥാനത്തുമാണ്. 2019 സുരേഷ് ഗോപി തൃശൂരിലെത്തുമ്പോൾ സിനിമാ താരമെന്ന ഗ്ലാമർ ഉണ്ടായിരുന്നു. എന്നാൽ 2024 അദ്ദേഹം കനി രാഷ്ട്രീയക്കാരനായി. അതിനാൽ രാഷ്ട്രീയ വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. പരമാവധി 25,000 വോട്ട് മാത്രമേ BJPക്ക് കൂടുകയുള്ളൂ. LDF ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ BJP രണ്ടാമതെത്തൂ. K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തിയാൽ അതിന് കാരണക്കാരൻ പിണറായി വിജയനായിരിക്കും. തൃശൂരിലെ 7 നിയോജക മണ്ഡലങ്ങളിലും മത്സരം UDFും LDFും തമ്മിലായിരുന്നു. തൃശൂരിലോ നാട്ടികയിലോ BJP 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാം. കുറഞ്ഞത് 4 ലക്ഷം വോട്ടെങ്കിലും UDFന് ലഭിക്കും. 48 മണിക്കൂർ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം കിട്ടും. മോദിക്ക് കൈപൊക്കാൻ ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകില്ലെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു.